ഹായ്. ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് റീസെന്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരവും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റിലോട്ട് പോവാം. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ആദ്യ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ജയ്സാൽമീർ? ഓക്കെ, ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഉത്തരപർവ്വത മേഖല, താർ മരുഭൂമി, ഉപദ്വീപീയ പീഠഭൂമി, ഡെക്കാൻ ട്രാപ്പ് മേഖല. ഏതിലാണ് ഇത് ഉൾപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏതിന്റെ ഭാഗമാണ്? താർ മരുഭൂമിയുടെ ഭാഗമാണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ജയ്സാൽമീർ ഏതിന്റെയാണ്? താർ മരുഭൂമിയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഈ താർ മരുഭൂമിയുടെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ജയ്സാൽമീർ കേട്ടോ. താർ മരുഭൂമിയുടെ എന്താണ്? മരുപ്പച്ച. താർ മരുഭൂമിയുടെ മരുപ്പച്ച എന്നാണ് ഏത് അറിയപ്പെടുന്നത്? ജയ്സാൽമീർ അറിയപ്പെടുന്നത്. ഈ ജയ്സാൽമീർ ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഇത്. ഏതെല്ലാം സംസ്ഥാനങ്ങളിലായിട്ടാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്? ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലായിട്ടാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്? ഓക്കെ, ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത് ഇന്ത്യയില്? സ്വാഭാവികമായിട്ടും രാജസ്ഥാൻ ഉണ്ട്. രാജസ്ഥാനെ കൂടാതെ പിന്നെ ഏതൊക്കെയാണ്? ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ്. ഓക്കെ, പിന്നെ കുറച്ച് ഭാഗം ഏതാണ്? പാകിസ്ഥാനിലുണ്ട്. ദെൻ ഇതിന്റെ ഏറ്റവും മെജോറിറ്റി ഭാഗം ഉള്ളത് എനിവേ എവിടെയാണ്? രാജസ്ഥാനിലാണ് ഇതിന്റെ ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള ഏരിയ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഏതാണ്? താർ മരുഭൂമിയാണ് കേട്ടോ. താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ട് അറിയപ്പെടുന്നത്. ഏതിനെയാണ്? താർ മരുഭൂമിയാണ്. ഇത് വ്യാപിച്ചു കിടക്കുന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലായിട്ടാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ പഞ്ചാബ്, രാജസ്ഥാന്, ഹരിയാന, ഗുജറാത്ത് എന്നീ മേഖലകളിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഏറ്റവും കൂടുതലുള്ള രാജസ്ഥാനിലാണ്. അപ്പൊ ഇത് ഇന്ത്യയിലെ ഭാഗമാണ്. ഇന്ത്യയിൽ ഇവിടെയൊക്കെയാണ് താർ മരുഭൂമി ഉള്ളത്. ദെൻ പാകിസ്ഥാനിൽ എവിടെയൊക്കെയാണ് താർ മരുഭൂമി ഉള്ളത്? പാകിസ്ഥാനിലും ഉണ്ട്. ഓക്കെ, പാകിസ്ഥാനിൽ എവിടെയൊക്കെയാണുള്ളത്? ഒരു താർ മരുഭൂമിയുടെ ഒരു 80% ഇന്ത്യയിലാണ്. ബാക്കി 20% ഒക്കെ എവിടെയുള്ളൂ? പാകിസ്ഥാനിലുള്ളൂ. പാകിസ്ഥാനില് സിന്ധ്, ദെൻ പാകിസ്ഥാനിലുള്ള ഒരു പഞ്ചാബ് ഉണ്ട്, അറിയാലോ അല്ലെ? ഇന്ത്യയിൽ മാത്രമല്ല പഞ്ചാബ്, പാകിസ്ഥാനിലും പഞ്ചാബ് ഉണ്ട്. അപ്പൊ പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് മേഖലകളിലാണ് താർ മരുഭൂമി കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും ഏതിനെ അറിയപ്പെടുന്നുണ്ട്? ഈ താർ മരുഭൂമിയെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ പാകിസ്ഥാനില് ഈ സിന്ധ്, പഞ്ചാബ് മേഖലകളിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് പൊതുവെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്നറിയോ? പാകിസ്ഥാനില് സിന്ധ്, പഞ്ചാബ് മേഖലയിലാണ് മരുഭൂമി കാണപ്പെടുന്നത്. പാകിസ്ഥാനില് ഈ മേഖലയ്ക്ക് സിന്ധിനും പഞ്ചാബിനും ഒക്കെ ചേർത്ത് ഒരൊറ്റ പേരിൽ വിളിക്കുന്നുണ്ട്. അതാണ് ചോലിസ്ഥാൻ. ഓക്കെ, എന്ത് പേരിലാണ്? ചോലിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലുള്ള ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ചോലിസ്ഥാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ താർ മരുഭൂമിയും പാകിസ്ഥാനിലുള്ള ഈ ചോലിസ്ഥാൻ മരുഭൂമിയും, ഓക്കെ, ഇന്ത്യയിലെ താർ മരുഭൂമിയും പാകിസ്ഥാനിലുള്ള ചോലിസ്ഥാൻ മരുഭൂമിയും ചേർന്നിട്ടാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ഏതൊക്കെ ചേർന്നിട്ടാണ്? ഇന്ത്യയിലെ താർ മരുഭൂമിയും പാകിസ്ഥാനിലെ ചോലിസ്ഥാൻ മരുഭൂമിയും ചേർന്നിട്ടാണ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ നമ്മുടെ ഈ താർ മരുഭൂമിയിലെ പ്രധാനപ്പെട്ട ആണവ പരീക്ഷണ കേന്ദ്രമായിരുന്നു പൊക്രാൻ. എല്ലാവർക്കും അറിയാലോ അല്ലെ? ഇവിടുത്തെ പ്രധാന ആണവ പരീക്ഷണ കേന്ദ്രമായിരുന്നു ഏതാണ്? പൊക്രാനാണ്. അപ്പൊ താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലുള്ള പ്രദേശമാണ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോലിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മറക്കണ്ട, താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലുള്ള പ്രദേശം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ചോലിസ്ഥാൻ എന്ന് അറിയപ്പെടുന്നു. ദെൻ ഇന്ത്യയിലെ
താർ മരുഭൂമിയും പാകിസ്ഥാനിലെ ചോലിസ്ഥാൻ മരുഭൂമിയും ചേർന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇന്ത്യയിലെ താർ മരുഭൂമിയും പാകിസ്ഥാനിലെ ചോലിസ്ഥാൻ മരുഭൂമിയും ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നാണ് വിളിക്കുന്നത്. ദെൻ താർ മരുഭൂമിയിലെ പ്രധാന ആണവ പരീക്ഷണ കേന്ദ്രം ഏതാണ്? പൊക്രാനാണ്. മറക്കണ്ട കേട്ടോ. താർ മരുഭൂമിയിലെ പ്രധാന ആണവ പരീക്ഷണ കേന്ദ്രമാണ് ഏതാണ്? പൊക്രാനാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, ദെൻ ഉത്തര മഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ഒരു നമ്മുടെ താർ എന്ന ഉഷ്ണമേഖല മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഇതിലൂടെ ഈ ഉത്തര മഹാസമതലത്തിന്റെ രൂപീകരണത്തിലൊക്കെ പങ്കുവഹിച്ചിട്ടുള്ള ഇതിലൂടെ ഒഴുകുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? ലൂണി നദിയും അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സരസ്വതി നദിയുമാണ് ഉത്തര മഹാസമതലത്തിന്റെ രൂപീകരണത്തിന്, അതായത് ഈ ഒരു ഭാഗത്ത് താർ മരുഭൂമിയുടെ ഭാഗത്ത് കൂടെ ഒഴുകിയിട്ടുണ്ടായിരുന്ന നദികൾ കേട്ടോ. ഓക്കെ, ഈ നദികൾ ഈ ലൂണിയും അതുപോലെ തന്നെ സരസ്വതിയൊക്കെ ഉത്തര മഹാസമതലത്തിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. അത് താർ മരുഭൂമിയുടെ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദിയും കൂടെയാണ്. ഓക്കെ, ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? താർ മരുഭൂമിയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? ജോവർ, ബജ്റ ഒക്കെയാണ് കേട്ടോ പ്രധാനപ്പെട്ട കൃഷി. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? ജോവറും ബജ്റയുമാണ്. ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താ? മണ്ണിന്റെ പ്രത്യേകത ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടുത്തെ സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഇവിടെ കണ്ടുവരുന്ന സസ്യജാലങ്ങൾ മുൾച്ചെടികള്, കുറ്റിക്കാടുകളൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യജാലങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ എന്താണ് പ്രധാന വിളകൾ? ഇവിടുത്തെ പ്രധാന വിളകളാണ് ജോവറും ബജ്റയുമാണ് കേട്ടോ. ജോവർ, ബജ്റ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വിളകൾ. ദെൻ ഇവിടുത്തെ മണ്ണിനും ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദെൻ ഇവിടുത്തെ സ്വാഭാവിക സസ്യജാലങ്ങളാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും ഒക്കെയാണ് ഇവിടുത്തെ സ്വാഭാവിക സസ്യജാലങ്ങളായിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ താർ മരുഭൂമിയും അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം പശ്ചിമ ബംഗാളാണ് അല്ലെ. പശ്ചിമ ബംഗാളാണ് സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ്. ഓക്കെ, ഈ ഏതെല്ലാം നദികളുടെ സംഗമ സ്ഥാനത്താണ് ഈ സുന്ദരവനം ഡെൽറ്റ രൂപപ്പെട്ടിട്ടുള്ളത്? ഏതൊക്കെയോ നദികളുടെ സംഗമ സ്ഥാനത്താണല്ലോ ഈ ഒരു ഡെൽറ്റ പ്രദേശം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏതെല്ലാം നദികളുടെ സംഗമ സ്ഥാനത്താണ് ഈ ഒരു ഡെൽറ്റ പ്രദേശം രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ സംഗമ സ്ഥാനത്താണ് ഈ ഒരു ഡെൽറ്റ പ്രദേശം എന്ത് ചെയ്തിട്ടുള്ളത്? രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ സംഗമ സ്ഥാനത്ത് രൂപം കൊണ്ട കണ്ടൽ വന ആവാസ വ്യവസ്ഥയാണ് ഏത്? ഈ സുന്ദരവനം അല്ലെങ്കിൽ സുന്ദരവനം ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്? സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടും ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഡെൽറ്റ പ്രദേശമാണ് സുന്ദരവനം ഡെൽറ്റ പ്രദേശം. ബംഗാൾ ഉൾക്കടലിന്റെ തീരപ്രദേശത്തുള്ള വിശാലമായ ഒരു കണ്ടൽ വന ആവാസ വ്യവസ്ഥയാണ് ഈ സുന്ദരവനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് സുന്ദർബൻസ് അല്ലെങ്കിൽ സുന്ദരവനം എന്ന പേര് ഇതിന് ലഭിച്ചത്? എങ്ങനെയാണ്? സുന്ദർബൻസ്, സുന്ദരവനം എന്നൊക്കെയാണല്ലോ ഇത് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഇതിന് സുന്ദർബൻസ് അല്ലെങ്കിൽ സുന്ദരവനം എന്ന പേര് ഇതിന് ലഭിച്ചത്? എങ്ങനെയാണ്?
ചതുപ്പ് നിലങ്ങളില് നന്നായി വളരുന്ന സുന്ദരി എന്ന മരമാണ് അവിടെ കണ്ടുവരുന്നത്. ആ സുന്ദരി എന്ന മരത്തിന്റെ പേരിൽ നിന്നുമാണ് ഇതിന് സുന്ദരബൻസ് അല്ലെങ്കിൽ സുന്ദരവനം എന്ന പേരൊക്കെ ഇതിന് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ഈ സുന്ദരവനം ഡെൽറ്റ പ്രദേശം എവിടെയൊക്കെയാണ്? ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, എവിടെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്? ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ തീരപ്രദേശത്തുള്ള വിശാലമായ ഒരു കണ്ടൽ വന ആവാസ വ്യവസ്ഥയാണ് ഈ സുന്ദരവനം ഡെൽറ്റ പ്രദേശം. ദെൻ ചതുപ്പ് നിലങ്ങളിൽ നന്നായി വളരുന്ന സുന്ദരി മരത്തിൽ നിന്നാണ് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് ഈ പേര് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ദെൻ ഇത് ഈ സുന്ദർബൻസ് ഒരു ടൈഗർ റിസർവ് ആണ്, അറിയാലോ അല്ലെ? അറിയൂലേ? സുന്ദർബൻസ് റോയൽ ബംഗാൾ കടുവകളുടെ ഒരു ആവാസ കേന്ദ്രമാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. സോ ഈ സുന്ദർബൻസിനെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമായിരുന്നു? സുന്ദർബൻസിനെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് 1973-ലാണ്. ഓക്കെ, സുന്ദർബൻസിനെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏത് വർഷമാണ്? 1973-ലാണ്. ദെൻ സുന്ദർബൻസിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചതോ? ടൈഗർ റിസർവ് ആക്കിയതിനു ശേഷം പിന്നീട് ഇതിനെ ദേശീയോദ്യാനമാക്കിയിട്ടുണ്ട്. സോ സുന്ദർബൻസിനെ ദേശീയോദ്യാനമാക്കിയത് ഏത് വർഷമാണ്? സുന്ദർബൻസിനെ ദേശീയോദ്യാനമാക്കിയിട്ടുണ്ടായിരുന്നത് അത് 1984-ലാണ്. ഓക്കെ, സുന്ദർബൻസിനെ ദേശീയോദ്യാനമാക്കി ഉയർത്തിയത് ഏത് വർഷമാണ്? 1984-ലാണ് സുന്ദർബൻസിനെ ദേശീയോദ്യാനമാക്കി ഉയർത്തിയത്. ദെൻ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട് സുന്ദർബൻസിനെ പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ടും സുന്ദർബൻസിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 1987-ലാണ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട്. ഓക്കെ, യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏത് വർഷമാണ്? അത് 1987-ലാണ്. ദെൻ സുന്ദർബൻസിനെ ജൈവമണ്ഡല റിസർവ് ആയിട്ട് സ്ഥാപിച്ചത് ഏത് വർഷമാണ്? നമുക്കറിയാവുന്ന സുന്ദർബൻസിൽ ഇത്ര ഡേറ്റ് ഒന്നും ഇല്ലായിരുന്നു അല്ലെ? സുന്ദർബൻസിനെ ജൈവമണ്ഡല റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഏത് വർഷമാണ്? 1989-ലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മറക്കണ്ട എന്തൊക്കെയാണ് സംഭവങ്ങൾ. സുന്ദർബൻസിന് ടൈഗർ റിസർവ് സ്ഥാപിതമാക്കിയത്. ഓക്കെ, സുന്ദർബൻസ് ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത് 1973-ലാണ്. ഓക്കെ, 1973-ലാണ് സുന്ദർബൻസ് ടൈഗർ റിസർവ് ആയിട്ട് സ്ഥാപിതമായത്. ദെൻ സുന്ദർബൻസ് ദേശീയോദ്യാനമായിട്ട് സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1984-ലാണ്. ഓക്കെ, സുന്ദർബൻസ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് 1984-ലാണ്. ദെൻ സുന്ദർബൻസിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 1987-ലാണ്. ദെൻ സുന്ദർബൻസ് ജൈവമണ്ഡലം റിസർവ് സ്ഥാപിതമായത് ഏത് വർഷമാണ്? സുന്ദർബൻസ് ജൈവമണ്ഡലം റിസർവ് സ്ഥാപിതമായത് 1989-ആണ്. കൃത്യമായി പറഞ്ഞാൽ 1989 മാർച്ച് 29-ന്. ഒന്നും കൂടെ നോക്കിക്കോ. സുന്ദർബൻസ് ടൈഗർ റിസർവ് 1973, സുന്ദർബൻസ് ദേശീയോദ്യാനം 1984, യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട് പ്രഖ്യാപിച്ചത് 1987, സുന്ദർബൻസ് ജൈവമണ്ഡലം റിസർവ് ആയിട്ട് സ്ഥാപിതമായത് 1989. കൃത്യമായി പറഞ്ഞാൽ 1989 മാർച്ച് 29-നാണ്. ഓക്കെ, എന്തൊക്കെയാണ് സുന്ദർബൻസിന്റെ മറ്റു പ്രത്യേകതകൾ? അറിയാവോ? ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻസിന്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ്. കടുവകൾ വസിക്കുന്ന ലോകത്തിലെ ഏക കണ്ടൽ വനമാണ് സുന്ദർബൻസ്. ഓക്കെ, കടുവകൾ വസിക്കുന്ന ലോകത്തിലെ ഏക കണ്ടൽ വനം ഏതാണ്? സുന്ദർബൻസ് ആണ്. ദെൻ 200ഓളം റോയൽ ബംഗാൾ കടുവകളെയാണ് ഇവിടെ സംരക്ഷിച്ചു വരുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം സുന്ദർബൻസിന്റെ പ്രത്യേകതകൾ. ഓക്കെ, എന്തൊക്കെയാണ് സുന്ദർബൻസിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ്. കടുവകൾ വസിക്കുന്ന ലോകത്തിലെ ഏക കണ്ടൽ വനമാണ്. ഇവിടെ 200ഓളം റോയൽ ബംഗാൾ കടുവകളെയാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുക? സുന്ദർബൻസിൽ കാണാൻ സാധിക്കുക. ഓക്കെ, ഈ സുന്ദർബൻസിൽ കണ്ടുവരുന്നത് ഏത് തരം മണ്ണാണ് എന്നറിയൂ? ഏത് തരം മണ്ണാണ് സുന്ദർബൻസിൽ കണ്ടുവരുന്നത്? ഏത് തരം മണ്ണാണ് സുന്ദർബൻസിൽ കണ്ടുവരുന്നത്?
എക്കൽ മണ്ണാണ്. ഓക്കെ, എക്കൽ മണ്ണാണ് കേട്ടോ. അപ്പം ചതുപ്പ് നിലങ്ങളിൽ ജൈവ വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണല്ല, സോറി, പീറ്റ് മണ്ണാണ്. ഞാൻ അറിയാതെ പറഞ്ഞാണ് എക്കൽ മണ്ണല്ല, പീറ്റ് മണ്ണാണ് കേട്ടോ. ചതുപ്പ് നിലങ്ങളിൽ ജൈവ വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണിനമാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് വളരെയധികം സഹായകരമായിട്ടുള്ള മണ്ണാണ് പീറ്റ് മണ്ണ്. ഇന്ത്യയില് കണ്ടൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാള്. 2ാം സ്ഥാനത്തുള്ളത് ഗുജറാത്ത് ആണ്. 3ാം സ്ഥാനത്തുള്ളത് ആൻഡമാൻ നിക്കോബാർ ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ കണ്ടൽ വിസ്തൃതിയിൽ 1ാം സ്ഥാനത്തുള്ളത് പശ്ചിമ ബംഗാള്, 2ാം സ്ഥാനത്തുള്ളത് ഗുജറാത്ത്, 3ാം സ്ഥാനത്തുള്ളത് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ആണ്. ഓക്കെ, ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റും നമ്മുടെ ഈ സുന്ദർബൻസ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ആയിട്ട് പറയുന്നതും ഏതിനെയാണ്? നമ്മുടെ ഈ സുന്ദർബൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ്. ദെൻ വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് സുന്ദർബൻസിനെ. ഏത് വർഷമാണ്? 2019 ഇപ്രകാരം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, സുന്ദർബൻസിനെ വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2019 ഇപ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലോകത്ത് കണ്ടൽക്കാടുകൾ കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ്? കണ്ടൽക്കാടുകളുടെ ലോക ആവാസ വ്യവസ്ഥയിൽ കണ്ടൽക്കാടുകളുടെ പങ്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ പങ്കുണ്ട് നമ്മുടെ കണ്ടൽക്കാടുകൾക്ക്? ഒന്ന്, അനേകം മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രമാണ് കണ്ടൽക്കാട്. പക്ഷികളുടെയും മറ്റു ജന്തുജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയാണ്. ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല രാജ്യങ്ങളുടെ ഇന്റർ ടൈഡൽ സോണുകളായിട്ട് കാണപ്പെടുന്നതും ഏതിനെയാണ്? കണ്ടൽക്കാടുകളെയാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുക, അനേകം മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രമാണ്, പക്ഷികളുടെയും മറ്റു ജന്തുജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ, ഉഷ്ണമേഖല രാജ്യങ്ങളുടെ ഇന്റർ ടൈഡൽ സോണുകളായിട്ടും കണ്ടൽക്കാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഏതാണ്? ലക്ഷദ്വീപ്, മാലിദ്വീപ്, ബാരൻ ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹമാണ് ഏതാണ്? ലക്ഷദ്വീപാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് എന്താണ് ലക്ഷദ്വീപും അതുപോലെ തന്നെ മിനിക്കോയും ഒക്കെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് കേട്ടോ. ഏതൊക്കെയാണ്? ലക്ഷദ്വീപും മിനിക്കോയും ഒക്കെ എവിടെയാണ്? ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ്. ദെൻ ഇതിന്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപിന്റെ സ്ഥാനം അക്ഷാംശം 8 ഡിഗ്രി വടക്ക് മുതൽ 12 ഡിഗ്രി വടക്ക് വരെയും രേഖാംശം 71 ഡിഗ്രി കിഴക്ക് മുതൽ 74 ഡിഗ്രി കിഴക്ക് വരെയുമാണ് ഇതിന്റെ സ്ഥാനം വരുന്നത്. ഏതിന്റെ? ലക്ഷദ്വീപിന്റെ. ഇവക്കിടയിൽ ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം പവിഴ ദ്വീപുകളാണ് നമ്മുടെ ലക്ഷദ്വീപ്. അപ്പൊ ലക്ഷദ്വീപ് ആകെ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപില് ആകെ എത്ര ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്? ലക്ഷദ്വീപില് ആകെ 36 ദ്വീപുകളാണുള്ളത്. ഓക്കെ, ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 36 ദ്വീപുകളാണ് ലക്ഷദ്വീപില് ആകെയുള്ളത്. അതില് 36 ജനവാസം ഇല്ലല്ലോ. സോ ലക്ഷദ്വീപില് ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? ലക്ഷദ്വീപിൽ ആകെ 36 ദ്വീപുകളുണ്ട്. അതിൽ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 11 ദ്വീപുകളിൽ മാത്രമാണ് ലക്ഷദ്വീപിൽ ജനവാസമുള്ളത്. ഈ മുഴുവൻ ദ്വീപുകളും ലക്ഷദ്വീപുകളും പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ദ്വീപുകളുടെ എണ്ണം. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം, ലക്ഷദ്വീപില് ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിൽ ആകെയുള്ളത്. അതിൽ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 11 ദ്വീപുകളാണ്. ഓക്കെ, അപ്പൊ ലക്ഷദ്വീപിൽ ആകെ 36 ദ്വീപുകളുണ്ട്. അതിൽ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 11 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. ദെൻ മുഴുവൻ ദ്വീപ സമൂഹവും പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. ലക്ഷദ്വീപിലെ മുഴുവൻ ദ്വീപ സമൂഹവും എങ്ങനെയാണ്? പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായിട്ടുള്ളതാണ്. ഏതാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായിട്ട് വരുന്നത്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ഓക്കെ, ഏതാണ്? കവരത്തിയാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം വരുന്നത് ഏതാണ്? കവരത്തിയാണ്. ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ, ഓക്കെ, ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനി ദ്വീപ്, ചത്രാത്ത്, ബിത്ര,
കിൽത്താൻ എന്നിവയൊക്കെയാണ് ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ. അതിലെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം വരുന്നത് ഏതാണ്? കവരത്തിയാണ് കേട്ടോ. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കവരത്തിയാണ്. ഓക്കെ, ഇവിടുത്തെ ലക്ഷദ്വീപിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ലഗൂണുകളും മണൽ തീരങ്ങളുമാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ലക്ഷദ്വീപിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലഗൂണുകളും മണൽ തീരങ്ങളുമാണ് ലക്ഷദ്വീപിന്റെ പ്രത്യേകത വരുന്നത്. കൃഷി നാമമാത്രമാണ്. സമുദ്രത്തെ ആശ്രയിച്ചാണ് അവരുടെ മുഖ്യ ജനജീവിതം. ഇവരുടെ വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത് മത്സ്യബന്ധനവും അതുപോലെ തന്നെ വിനോദസഞ്ചാരവും ഒക്കെയാണ് ഇവരുടെ വരുമാന മാർഗമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ലഗൂണുകളും മണൽ തീരങ്ങളുമാണ് ലക്ഷദ്വീപിന്റെ പ്രത്യേകത. കൃഷി നാമമാത്രമാണ്. സമുദ്രത്തെ ആശ്രയിച്ചാണ് അവരുടെ ജനജീവിതം പോകുന്നത്. വരുമാന മാർഗങ്ങൾ മത്സ്യബന്ധനം, വിനോദസഞ്ചാരം എന്നിവയൊക്കെയാണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഓക്കെ, ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് അല്ലെ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അതിൽ ആൻഡമാനിൽ ഏകദേശം 200+ ദ്വീപുകളും 200ഓളം ദ്വീപുകളും നിക്കോബാറിൽ ഏകദേശം 19ഓളം ദ്വീപുകളുമാണുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ജനവാസമില്ലാത്ത അതുപോലെ തന്നെ നിബിഡ വനങ്ങളുമാണ്. ഓക്കെ, ദെൻ ഇത് അറിയപ്പെടുന്നത് ഉൾക്കടൽ ദ്വീപുകൾ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ബംഗാൾ ഉൾക്കടലിലുള്ളത് കൊണ്ട് ഉൾക്കടൽ ദ്വീപുകൾ എന്നും ഏതിനെ വിളിക്കുന്നുണ്ട്? ആൻഡമാൻ നിക്കോബാറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആൻഡമാൻ നിക്കോബാർ എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാനിൽ ഏകദേശം 200 ദ്വീപുകളും നിക്കോബാറിൽ ഏകദേശം 19 ദ്വീപുകളുമാണ് ഉള്ളത്. ഭൂരിഭാഗവും ജനവാസമില്ലാത്തവയും നിബിഡ വനങ്ങളുമാണ്. ദെൻ അറിയപ്പെടുന്നത് ഓക്കെ, ഈ ദ്വീപുകളെ ഉൾക്കടൽ ദ്വീപുകൾ എന്നൊക്കെയാണ് ഈ ദ്വീപുകൾ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഈ ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വത എന്താ പറയാ, അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ഇവിടെയാണ്. ഇവിടെ ഏത് ദ്വീപില്? എവിടെയാണ് അത് കാണപ്പെടുന്നത്? ബാരൻ ദ്വീപാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? ബാരൻ ദ്വീപാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം ഏതാണ്? ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ഈ പോർട്ട് ബ്ലെയറിന് ഒരു പുതിയ പേരില്ലേ? ആ പുതിയ പേരെന്താണ്? നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്നില്ല. പോർട്ട് ബ്ലെയർ ആണ് ഇതിന്റെ തലസ്ഥാനം. പക്ഷെ പോർട്ട് ബ്ലെയർ എന്താണ് ഇതിന്റെ പഴയ പേരാ? ഈ പോർട്ട് ബ്ലെയറിന് ഒരു പുതിയ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പുതിയ പേരെന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അറിയുന്നവർ കമന്റ് ചെയ്തോ. ഓക്കെ, അറിയുന്നവരുടെ കമന്റ് നോക്കുക. ഓക്കെ, അപ്പൊ എന്താണ് അഗ്നിപർവ്വതം? ഏതാണ്? ബാരൻ ദ്വീപാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ഇവിടെയാണ്. ആ അഗ്നിപർവ്വതമാണ് ഏതാണ്? ബാരൻ ദ്വീപ്. ദെൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയർ പഴയ പേരാണ്. പുതിയ പേര് നിങ്ങൾ കമന്റ് ചെയ്യണേ, പുതിയ പേര് എന്താണ് എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ 2ആയി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ 2ആയി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? ഉത്തരായന രേഖയാണ്. ഓക്കെ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏക പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി വടക്ക് അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ്? അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏക പ്രധാന അക്ഷാംശ രേഖയാണ് ഏതാണ്? ഈ ഉത്തരായന രേഖ. ഈ ഉത്തരായന രേഖ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്? ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന? ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഓക്കെ, എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര,
ആൻഡ് മിസോറാം എന്നീ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഏത് കടന്നു പോകുന്നത്? ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അപ്പൊ ഈ ഉത്തരായന രേഖയുടെ തെക്ക് ഭാഗത്തെ ഉഷ്ണമേഖല എന്നും ഉത്തരായന രേഖയുടെ വടക്ക് ഭാഗത്തെ എന്തുമാണ് അറിയപ്പെടുന്നത്? ഉപോഷ്ണ മേഖല അല്ലെങ്കിൽ ഉഷ്ണ മീതോഷ്ണ മേഖല എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഈ ഉത്തരായന രേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന ഒരു നദിയുണ്ട് ഇന്ത്യയില്. ഇന്ത്യയിലെ ഏത് നദിയാണ് ഉത്തരായന രേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്നത്? ഉത്തരായന രേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന ഒരു നദിയുണ്ട് ഇന്ത്യയിൽ. ആ നദിയാണ് മാഹി നദിയാണ്. ഓക്കെ, ഉത്തരായന രേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന ഇന്ത്യയിലെ നദി ഏതാണ്? മാഹി നദിയാണ് കേട്ടോ. ഓർത്തു വെക്കുക, ഏതാണ്? മാഹി നദിയാണ്. ദെൻ 23.5 ഡിഗ്രിയുടെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയാണ്. 23.5 ഡിഗ്രിയുടെ വടക്ക് ഭാഗം ഏതാണ്? ഉപോഷ്ണ മേഖല അല്ലെങ്കിൽ ഉഷ്ണ മേധോഷ്ണ മേഖലയായിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ വലിയ വൃത്തം എന്നറിയപ്പെടുന്ന രേഖ ഏതാണ്? വലിയ വൃത്തം ഏത് രേഖയാണ് വലിയ വൃത്തം എന്ന് അറിയപ്പെടുന്നത്? ഭൂമധ്യരേഖ. ഓക്കെ, വലിയ വൃത്തം എന്നറിയപ്പെടുന്ന രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വലിയ വൃത്തം. വലിയ വൃത്തം എന്ന് അറിയപ്പെടുന്ന ഗ്രേറ്റ് സർക്കിൾ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഭൂമധ്യരേഖയാണ് വലിയ വൃത്തം എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയെ ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധഗോളം എന്നും 2ആയിട്ട് വേർതിരിക്കുന്നത് ഏതാണ്? ഈ ഭൂമധ്യരേഖയാണ്. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖയാണ് എന്ത്? വലിയ വൃത്തം എന്നറിയപ്പെടുന്ന രേഖ. ഓക്കെ, വലിയ വൃത്തം എന്നറിയപ്പെടുന്ന രേഖയാണ് ഭൂമധ്യരേഖ അഥവാ ഗ്രേറ്റ് സർക്കിൾ എന്ന് ഈ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ അറിയപ്പെടുന്നുണ്ട്. ഭൂമിയെ ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധഗോളം എന്നും 2ആയിട്ട് വേർതിരിക്കുന്നത് ഏതാണ്? ഈ ഭൂമധ്യരേഖയാണ്. ദെൻ ഇത് കടന്നു പോകുന്ന ഏഷ്യൻ രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, മാലിദ്വീപ്, കിരിബതി എന്നിവയാണ് ഇത് കടന്നു പോകുന്ന ഏഷ്യൻ രാജ്യങ്ങൾ. ഓക്കെ, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏഷ്യൻ രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, മാലിദ്വീപ്, കിരിബതി എന്നിവയാണ്. ദെൻ ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന നദിയാണ് കോങ്കോ അഥവാ സൈർ നദിയാണ്. ഓക്കെ, ഭൂമധ്യരേഖ 2 പ്രാവശ്യം മുറിച്ചു കിടക്കുന്ന ഭൂമധ്യരേഖ 2 പ്രാവശ്യം മുറിച്ചു കിടക്കുന്ന നദിയാണ് കോങ്കോ അഥവാ സൈർ നദി കേട്ടോ. അപ്പൊ മറക്കേണ്ട, ഭൂമധ്യരേഖ അറിയപ്പെടുന്നത് വലിയ വൃത്തം എന്നാണ്. ഭൂമിയെ ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധഗോളം എന്നും 2ആയിട്ട് വേർതിരിക്കുന്നത് ഇതാണ്. ഇത് കടന്നു പോകുന്ന ഏഷ്യൻ രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, മാലിദ്വീപ്, കിരിബതി എന്നിവ. ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന നദിയാണ് കോങ്കോ അഥവാ സൈർ നദി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളതിൽ മാന്നാർ കടലിടുക്കാണ് കേട്ടോ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നത് മാന്നാർ കടലിടുക്ക്. അപ്പൊ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്ന അതിർത്തികളാണ് ഒന്ന് മാന്നാർ കടലിടുക്കും അതുപോലെ തന്നെ പാക് കടലിടുക്കും കേട്ടോ. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കുമാണ് ഇത് വേർതിരിക്കുന്നത്. എന്താണ് ആക്ച്വലി കടലിടുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ പറയാറുണ്ട് എന്താണ്? മാന്നാർ കടലിടുക്ക് എന്ന് പറയാറുണ്ട്, പാക് കടലിടുക്ക് എന്ന് പറയാറുണ്ട്, ജിബ്രാൾട്ടർ കടലിടുക്ക് എന്ന് പറയാറുണ്ട്. ഇതൊക്കെ നമ്മൾ കുറെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ എന്താണ് ഈ സ്ട്രൈറ്റ് അല്ലെങ്കിൽ കടലിടുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനെയാണ് സ്ട്രൈറ്റ് അഥവാ കടലിടുക്ക് എന്ന് പറയുന്നത്? 2 വൻകരകളെ തമ്മിൽ വേർതിരിക്കുന്നതോ 2 പ്രധാന സമുദ്രഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതോ ആയ പ്രദേശങ്ങളെയാണ് സ്ട്രൈറ്റ് അഥവാ കടലിടുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 2 വൻകരകളെ തമ്മിൽ വേർതിരിക്കുന്നതോ 2 വൻകരകളെ തമ്മിൽ വേർതിരിക്കുന്നതോ 2 പ്രധാന സമുദ്രഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതോ ആയ പ്രദേശത്തെയാണ് നമ്മൾ എന്ത്? സ്ട്രൈറ്റ് അഥവാ കടലിടുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ ഏതാണ്? ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ദെൻ ഇന്ത്യക്കും ചൈനക്കും ഇടയിലുള്ള അതിർത്തി രേഖ ഏതാണ്? ഇന്ത്യക്കും ചൈനക്കും ഇടയിലുള്ള അതിർത്തി രേഖ ഏതാണ്? അത് മക്മോഹൻ രേഖയാണ്. ഇന്ത്യക്കും ചൈനക്കും ഇടയിലുള്ള അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. ദെൻ
ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ലൈക്ക് ഇപ്പം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അല്ല ഇപ്പൊ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ്. അത് അന്ന് ആ രേഖ ഉണ്ടാക്കിയ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ അത് എന്താണ്, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലാണ്. ഓക്കെ, അപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള രേഖ ഏതാണ്? ഡ്യൂറന്റ് രേഖയാണ്. ഓക്കെ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള രേഖയാണ് ഡ്യൂറന്റ് രേഖ. ദെൻ ഇന്ത്യക്കും മാലദ്വീപ്സിനും ഇടയിലുള്ള രേഖ ഏതാണ്? ഇന്ത്യക്കും മാലദ്വീപ്സിനും ഇടയിലുള്ള രേഖ 8 ഡിഗ്രി ചാനലാണ് കേട്ടോ. ഇന്ത്യക്കും മാലദ്വീപ്സിനും ഇടയിൽ ഏതാണ് 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യക്കും മാലദ്വീപ്സിനും ഇടയിൽ വരുന്നത്. ഇന്ത്യ, ചൈന, മ്യാൻമാർ ഇത് മൂന്നിന്റെയും കൂടെ ഒരു കോമൺ ആയിട്ടൊന്ന് വരുന്നുണ്ട്. ഏതാണ്? ഇന്ത്യക്കും ചൈനക്കും മ്യാൻമാറിനും കോമൺ ആയിട്ട് വരുന്ന ബോർഡറാണ് ഹക്കാക്കോ ബറാസി എന്ന് പറയും. ഓക്കെ, ഹക്കാക്കോ ബറാസി ആണ് ഇതിന് മൂന്നിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഒരു ബോർഡറാണ് കേട്ടോ. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ്? റാഡ്ക്ലിഫ് രേഖയാണ്. ഓക്കെ, റാഡ്ക്ലിഫ് ലൈൻ ആണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വരുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യക്കും ചൈനക്കും ഇടയിൽ വരുന്നതാണ് ഏതാണ്? മക്മോഹൻ രേഖയാണ്. ഇന്ത്യക്കും ചൈനക്കും ഇടയിൽ വരുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. ദെൻ ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ, അതായത് ഇപ്പം ഇന്ത്യയല്ല ഇപ്പൊ പാകിസ്ഥാനാണ്, കാരണം അന്ന് ഈ രേഖ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്നു. ഇപ്പൊ പാകിസ്ഥാൻ സെപ്പറേറ്റ് ആയതോട് കൂടിയിട്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലാണ് ആ രേഖ വരുന്നത്. ഏതാണ്? ഡ്യൂറന്റ് രേഖയാണ്. ഓക്കെ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള രേഖയാണ് ഡ്യൂറന്റ് രേഖ. ദെൻ ഇന്ത്യക്കും മാലദ്വീപ്സിനും ഇടയിലുള്ള രേഖയാണ് ഏത്? 8 ഡിഗ്രി ചാനലാണ്. ഓക്കെ, 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യക്കും മാലദ്വീപ്സിനും ഇടയിൽ. ദെൻ ഇന്ത്യ, ചൈന, മ്യാൻമാർ ഇവ മൂന്നിനും ഇടയ്ക്കുള്ളതാണ് ഹക്കാക്കാബോ റാസിയാണ് കേട്ടോ. ഹക്കാക്കാബോ റാസിയാണ് ഇന്ത്യക്കും ചൈനക്കും മ്യാൻമാറിനും ഇടയിൽ വരുന്ന ഹക്കാക്കാബോ റാസി. ഓക്കെ, അപ്പൊ ഈ ജിബ്രാൾട്ടർ കടലിടുക്ക് എവിടെയാണ്? ജിബ്രാൾട്ടർ കടലിടുക്ക് കുറച്ച് ഫേമസ് ആണ്. ജിബ്രാൾട്ടർ കടലിടുക്ക് എവിടെയാണ്? ജിബ്രാൾട്ടർ കടലിടുക്ക് ഏതൊക്കെ സമുദ്രങ്ങൾ തമ്മിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കടലിൽ ഇതിനെയൊക്കെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ജിബ്രാൾട്ടർ കടലിടുക്ക്. ഓക്കെ, ജിബ്രാൾട്ടർ കടലിടുക്ക് എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനുമായിട്ടാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഇത് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണെന്ന് ചോദിച്ചാൽ മൊറോക്കോ, സ്പെയിൻ. ഓക്കെ, മൊറോക്കോയ്ക്കും സ്പെയിനിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തെ മെഡിറ്ററേനിയൻ കടലുമായിട്ടാണ് ഏത് ബന്ധിപ്പിക്കുന്നത്? ജിബ്രാൾട്ടർ കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത്. മൊറോക്കോയെയും അതുപോലെ തന്നെ സ്പെയിനിനെയും തമ്മിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇത് വേർതിരിക്കുന്നത് കേട്ടോ. ദെൻ ഗൾഫ് അഥവാ ഉൾക്കടലുകൾ ഇതും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് ഗൾഫ് ഓഫ് കച്ച്? ഗുജറാത്ത് തീരത്ത് അറബിക്കടലിന്റെ ഒരു പ്രവേശന കവാടമായിട്ട് നിലകൊള്ളുന്ന ഭാഗമാണ് ഗൾഫ് ഓഫ് കച്ച്. ഇനി എന്താണ് ഗൾഫ് ഓഫ് കാംബെ അഥവാ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് ചോദിച്ചാൽ ഗുജറാത്ത് സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ അറബിക്കടൽ തീരത്തുള്ള ഉൾക്കടലാണ് ഏത്? ഗൾഫ് ഓഫ് കാംബെ അഥവാ ഗൾഫ് ഓഫ് കമ്പത്ത്. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, രണ്ടും ഗുജറാത്തിലാണ്. ഗൾഫ് ഓഫ് കച്ചും ഗൾഫ് ഓഫ് കാംബയും എവിടെയാണ്? ഗുജറാത്തിലാണ് ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you.